ആ അമ്മൂമ്മ എന്തിട്ടാ പണി? രാവിലെ തന്നെ എന്തിട്ടാ ചെയ്യണേ? ആ ശരി. എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണേ? എണീക്കണത് 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ രാവിലെ തന്നെ എന്നിട്ട് കൊന്തെത്തിക്കും അല്ലേ? എവിടെ എണീക്കും. കാണാനില്ലല്ലോ, മോൻ കാണാനില്ലല്ലോ. മോൻ കാണട്ടെ. പറയും, ഇങ്ങനെ നോക്കിയിട്ട് പറ. അവിടെ പണി മാത്രം ശ്രദ്ധിച്ചാൽ മതിയാ. ചോദിക്കുന്നതിന് ഉത്തരം പറ. പറയും. എന്നിട്ട് പണിയില്ല, വെറുതെ ഇരിക്കാണ്. വെറുതെ ഇരിക്കാണ്. കാലത്തെ ഒരു ജോലി ചെയ്യാനൊന്നും പാടില്ല, വയസ്സായില്ലേ. അത് ശരി. അന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നിട്ട് പണി തുടങ്ങൂല. രാവിലെ എന്തെങ്കിലും ജോലിയൊന്നും ചെയ്യാൻ പാടില്ല മോനെ. അത് ശരി. പക്ഷെ രാവിലെ ആള് 5 മണിക്ക് എഴുന്നേക്കും എല്ലാ ദിവസവും. എനിക്കില്ല എപ്പോഴെങ്കിലും ഇരിക്കണേന് കുഴപ്പമില്ല. എന്നിട്ട് ഫുൾ ടൈം തീരണ ഓരോ പണികൾ ചെയ്യും. ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്തിരുന്നു ജോലി, ഇപ്പൊ ചെയ്യണമെന്ന് ആശയുണ്ട്, എങ്കിലും എടുക്കാൻ പറ്റണില്ല. അത് ശരി. പക്ഷെ എന്നാലും ചെയ്യണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ 70 വയസ്സായ 72 വയസ്സായ ആൾക്കാർ ചെയ്യണേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. ജോലി ചെയ്യോ? ചെയ്യണ്ടല്ലോ. എന്ത് ജോലി ചെയ്യാനാ? ഇപ്പൊ എത്ര വയസ്സായി അമ്മൂമ്മക്ക്? വയസ്സ് എവിടെ മുഖം കാണട്ടെ. താഴേക്ക് നോക്കി പണി മാത്രം മതിയാ. പറയേ. ചോദിക്കുന്നത് മുഖം കണ്ടാലും ഒരു ഭംഗിയില്ല മക്കളെ. ശരി. ആ ശരി. അത് പറ. എത്ര വയസ്സായി ഇപ്പൊ? എത്ര വയസ്സായിട്ടുണ്ട്? വയസ്സായിട്ടാണെന്ന് വിചാരിക്കണു. അല്ലെങ്കിലും 98 പല്ല് വയസ്സ് എടുത്ത് പല്ല് കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പൊ അശേഷം ഇല്ല പല്ല്. ശരി. അമ്മ 98 വയസ്സിൽ വലിയ സുന്ദരിയായിട്ടുള്ള ഇരിക്കണേ. അപ്പൊ എത്ര ചെറുപ്പത്തില് ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി ആയിരുന്നാ? ചെറുപ്പത്തില് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ നടന്നിരുന്നു. ഇപ്പൊ വയ്യാതെയായി. എടുക്കണമെന്ന് ആശയൊക്കെ ഉണ്ട് മക്കളെ. ശരി. ഇപ്പൊ എടുക്കാൻ പറ്റണില്ല. എടുത്തു വരുമ്പോ നടക്കാൻ പറ്റണില്ല. കാല് കുഴയണ്, കാലുവേദന എടുക്കണ്, തളരണ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ശരി. എന്നാലും നമ്മൾ എത്ര വേദന ഉണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്തെന്ന് പറയാൻ പറ്റൂലല്ലോ. അത് ശരി. കുറച്ചൊക്കെ കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യുകയും ചെയ്യണ്ട് അല്ലേ? പിന്നെ 3-4 പെൺകുട്ടികളായിരുന്നേ. ശരി. അവരുടെ ഒക്കെ വളർച്ചയൊക്കെ കഴിഞ്ഞ് അവരെ കല്യാണം കഴിച്ചു. അവരുടെ വീട്ടുകളിലൊക്കെയാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് മുത്തിച്ച് നടക്കാണ്. അമ്മൂമ്മ അതിന് എത്ര 4 പെൺമക്കളുണ്ടെങ്കിലും ലാസ്റ്റ് വീട്ടിലേക്ക് തന്നെ പോകണമെന്നുള്ള ആഗ്രഹം. എല്ലാ മാസവും ആള് വീട്ടിലേക്ക് പോകും, തറവാട്ടിലേക്ക്. കാരണം അവിടെ വെച്ച് മരിക്കണമെന്നാണ് അമ്മൂമ്മയുടെ ആഗ്രഹം അല്ലേ? ആണോ? ഇപ്പൊ 2 മക്കൾ അടുത്തുണ്ട്. അവരുടെ വീട്ടിലാണ് സ്ഥിരതാമസം. മറ്റുള്ള വീടുകളിലേക്ക് ആ 2 വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണം. മക്കള് കൊണ്ടുപോവാണ് വണ്ടി മേടിച്ച്. ശരി. നടക്കാൻ വയ്യ. ശരി. കാലിന്റെ മുട്ട 2 തളർന്നു പോകും. അപ്പൊ ഇനി അമ്മൂമ്മയുടെ വിശേഷങ്ങളെങ്കിൽ ഇതിലൂടെ പറയോ എല്ലാ ദിവസവും രാവിലെ തന്നെ? അധികം വിശേഷങ്ങളൊന്നും പറയില്ല. പേര് ചോദിക്കണേന് സമാധാനം പറയും. അത്രേ ഉള്ളൂ. പിന്നൊക്കെ ചെലപ്പം പ്രായം. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇടട്ടെ? വീഡിയോ എടുത്തിട്ടെ? ഒരു പാട്ടങ്ങോട്ട് പാടിക്കൊടുക്കാൻ എനിക്ക് പറയാൻ കേൾക്കാൻ പറ്റിട്ട് മനസ്സിലാക്കി. പാട്ട് പാടണോ? എന്ത് പാട്ട് പാടാനാ? ഒരു പാട്ടൊന്നും പാടാൻ പറ്റണില്ല. എന്ത് പാടണം? ഒരു പാട്ട് പാടിയേ കേക്കട്ടെ. എന്തെന്നാ പാടണേ? എനിക്കൊന്നും അറിയാൻ പറ്റണില്ല. പനമ്പ് ചെയ്തപ്പോ പാടിയത് മനസ്സിലാ. പനമ്പ് നെയ്തപ്പോ പാടിയത്. പനമ്പ്. ശരി. അത് പാടി കേക്കട്ടെ. ആലോചിച്ച് പാട്. ഓർമ്മയുണ്ടോ നോക്കട്ടെ. ജോലി ചെയ്തിരിക്കുമ്പോ പനമ്പ് നെയ്യും ഓലമെടയും അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തമാശ എല്ലാവരും പറയും. ആ തമാശയിൽ കൂടിയൊക്കെ അങ്ങനെ വർത്തമാനങ്ങൾ പറയും. പാടില്ല 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 പൂക്കളിലെ തേനൂരാൻ പോണു.
പാടില്ല പാടില്ല വണ്ടത്താനെ വരുമോ നീ കളി കാണാൻ വരുമോ നീ പാടില്ല പാടില്ല പൂക്കളിലെ തേനൂരാൻ പോണ്. പ്ലെയിൻ പോണ്ടല്ലോ, പ്ലെയിൻ പോണ്ടല്ലോ. ആ അതങ്ങനെയാണ് മോളിൽ കൂടി പോണത്. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല. അപ്പം ഈ എല്ലാ ദിവസവും വിശേഷങ്ങളൊക്കെ പറയണം, ഓരോ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ അറിയട്ടെ കേട്ടാ. ആ അങ്ങനെ ആവട്ടെ. എന്നാൽ ശരി, ഓക്കെ. ശരി.